ഹായ്. എന്തുകൊണ്ടാണ് പല സ്ത്രീകളും നല്ല രീതിയിലുള്ള കഴിവുണ്ടായിട്ടും വിജയത്തിലേക്ക് എത്താതിരിക്കുന്നത്? പല അവസരങ്ങളും അവരുടെ മുന്നിൽ വന്നിട്ടും അവർ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പേടിക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. വിജയിക്കാനുള്ള വഴികൾ, ആ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് മറ്റുള്ളവരുമായി നമ്മളെ നിരന്തരം താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയിലൊക്കെ നല്ല സന്തോഷകരമായ, നല്ല വിജയിച്ച, നല്ല ആത്മാർത്ഥതയോടെ സംസാരിക്കുന്ന ഇഷ്ടം പോലെ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ അവരെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ് ആണ്. അതായത് ഏറ്റവും പുറത്തേക്ക് വിടുന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രം. നമ്മുടെ ജീവിതം അത്രത്തോളം ഇല്ല എന്ന് നമ്മൾ അവരെക്കുറിച്ച് നമ്മളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുന്ന അന്നു മുതൽ നമുക്ക് മാറ്റം വരും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ വീട്ടിലിരുന്ന് ചെറിയൊരു ബിസിനസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ അതേ ബിസിനസ് വലിയ രീതിയിൽ ചെയ്യുന്ന സ്ത്രീകളെ കാണുന്നു. അപ്പോൾ തന്നെ അവൾ വിചാരിക്കുന്നു, ഇത്രത്തോളം എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അവൾ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, താരതമ്യം എന്നുള്ളത് നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ സമാധാനവും നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന കള്ളനാണ്. നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യേണ്ടത് നമ്മളെപ്പറ്റി തന്നെയാണ്. ഇന്നലത്തെ നമ്മളിൽ നിന്നും എന്തെല്ലാം മാറ്റം നമുക്ക് ഇന്നുണ്ട്, അത് മാറ്റം വരുത്താനുള്ള വഴി എന്ത് എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുമായി നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ചെറുപ്പം മുതലേ കേൾക്കുന്ന ചില കുറ്റപ്പെടുത്തലുകളുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് നീ അത്രയ്ക്കില്ല, അല്ലെങ്കിൽ നിനക്കത്ര ബുദ്ധിയില്ല, നിനക്കത്ര കഴിവില്ല, നീ ഒരു സ്ത്രീയാണ് തുടങ്ങി ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമ്മളെ പിന്നോട്ട് തള്ളുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ അതൊരു വിശ്വാസമായിട്ട് അത് വിശ്വസിച്ചു പോകും. നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ചു പോകും. ശരിക്കും നമുക്ക് നല്ല കഴിവുണ്ടെങ്കിലും, സ്ത്രീകൾ നല്ല കഴിവുള്ളവരാണെങ്കിലും, ഇത്തരത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന സംസാരത്തെ നമ്മളുടെ ഒരു വിശ്വാസമാക്കി മാറ്റി നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ തോന്നുകയാണ്. പ്രധാനമായിട്ടും നമ്മളുടെ കഴിവ് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ കഴിവും ആത്മവിശ്വാസത്തേക്കാൾ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതായത് മറ്റുള്ളവരുടെ സംസാരമല്ല നമ്മളുടെ കഴിവ്. നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. അതായത് ഒരു വിത്ത് നിലത്തിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ അത് വളരില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഫലം തരില്ലല്ലോ. അത് സാവധാനം മണ്ണിനടിയിൽ കിടന്ന് ബുദ്ധിമുട്ടി ആ ഒരു വിത്തിന്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് കാലങ്ങളോളം വളർന്നു വലുതാകുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത്. എന്ന പോലെ നമ്മളുടെ കഴിവുകൾ കുറേശ്ശെ മിനുക്കി ഒരുപാട് ദിവസത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മളുടെ കഴിവിനെ വളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അത് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പരാജയത്തെ നമ്മളുടെ തെറ്റായി കാണുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഒരു ബിസിനസ്സിന് ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തു, അത് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിലെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത് എൻ്റെ മാത്രം കുറ്റം കൊണ്ടാണെന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ മഹാന്മാരായ, എത്രയോ വിജയിച്ച ആളുകളുടെ ആദ്യകാലങ്ങളിൽ അവർ ഇഷ്ടം പോലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അതുകൊണ്ട് പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, ഓരോന്നിൻ്റെയും അടുത്ത പടിയിലേക്കുള്ള ചുവടുവെപ്പാണ്. ഒരു പരാജയം സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇനി ആവർത്തിക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതായത് ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ പരിചയമുള്ള ഒരു മേഖല ആയതുകൊണ്ട് പറയാം.
ആ കുഞ്ഞ് ഒരു പ്രാവശ്യം എഴുന്നേറ്റു, വീണു, അവിടെ ഇരിക്കുന്നു, വീഴുന്നു, രണ്ടാമത് വീണ്ടും എണീക്കുന്നു. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഒരടി അതിന് നടക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരടി നടക്കുമ്പോഴേക്കും അത് വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. ഇങ്ങനെ പല പ്രാവശ്യം പരിശ്രമിച്ച് ഒരു കൊല്ലത്തോളം എന്ന് പറയാം പരിശ്രമത്തിനൊടുവിലാണ് അത് സുതാര്യമായിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത, അധികം വീഴാത്ത ഒരു നടത്തത്തിലേക്ക് അത് എത്തിച്ചേരുന്നത്. അപ്പോൾ പരിശ്രമമാണ് അല്ലെങ്കിൽ പ്രാക്ടീസാണ്, നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ പെർഫെക്റ്റിലേക്ക് എത്തിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങളെ അവഗണിക്കലാണ്. സ്വന്തം ആവശ്യങ്ങളെ, നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി നമ്മളുടെ സമയം മാറ്റിവെക്കുന്നു. അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷേ നമ്മളുടെ ആവശ്യങ്ങളും കൂടെ നമ്മളുടെ ഇഷ്ടങ്ങളും കൂടെ ജീവിതത്തിൽ പരിപാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ അവഗണിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വളർച്ചയ്ക്ക് സമയം കാണുന്നില്ല, നമ്മൾ ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുട്ടികളും മക്കളൊക്കെ വലുതായി ഒരു ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ഒരവസ്ഥയിലെത്തുമ്പോൾ അപ്പോഴാണ് ചിന്തിക്കുക, ഞാൻ ഇത്ര കാലം ജീവിച്ചിട്ട് എന്ത് നേടി, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, എനിക്ക് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടബോധം വരിക. അതായത് സ്വയം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല. നമ്മൾ ശക്തരായാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തെ ശക്തരാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. ഇനി അഞ്ചാമത്തെ നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റു പലരെയും കാണുമ്പോൾ ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശരിയല്ല, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല, എനിക്ക് വൈകിപ്പോയി, ഇത്രയും കാലമായി വയസ്സായില്ലേ, തുടങ്ങി ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് സെൽഫ് ടാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ഒരുപാട് പ്രാവശ്യം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കും. അത് നമ്മളുടെ സ്വഭാവമാണെന്ന് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നമ്മൾ അതാണ് എന്ന് ബ്രെയിൻ നമ്മളെ വിശ്വസിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നെഗറ്റീവ് സെൽഫ് ടാക്ക് ഒഴിവാക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. രണ്ടുപേര് ഒരേ അവസരങ്ങളും ഒരേ കഴിവുമുള്ള രണ്ടുപേരെടുത്ത് അവരുടെ ആ ഒരു സെൽഫ് ടാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് കഴിയില്ല, മറ്റൊരാൾ പറയുന്നു ഞാൻ പരിശ്രമിക്കും. ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് എങ്കിൽ അവസരം ഒരേപോലെയാണെങ്കിലും പരിശ്രമിക്കും അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും എന്ന് പറയുന്ന പോസിറ്റീവ് ടാക്കുള്ള ആൾ വിജയിക്കും, മറ്റേ ആൾ അതിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാകും. ഇതാണ് നെഗറ്റീവ് സെൽഫ് ടാക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഭാഷയാണ് ശരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങൾ എന്താണോ മനസ്സിലിങ്ങനെ ഏത് സമയവും അല്ലെങ്കിൽ ഏത് സമയം ചിന്തിക്കുന്നത്, പറയുന്നത്, അതായിരിക്കും നമ്മളുടെ ഭാവിയിലെ ജീവിതം. അത് ഓർക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തായിത്തീരണമോ ആ അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആനയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ആനയെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മെരുക്കി മനുഷ്യനെ അതിനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ശരിക്കും ആനയെ കെട്ടിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആനയെ ഒരു ചെറിയൊരു ചങ്ങലയിലാണ് കെട്ടിയിരിക്കുന്നത്. ആനയെ കെട്ടിയിരിക്കുന്ന കമ്പോ അതിനേക്കാളും ചെറുതാ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തേൽ. ശരിക്കും ആനയൊന്ന് വിചാരിച്ചാൽ ആനയ്ക്ക് ആ മരത്തെ തന്നെ പിഴുതുമറിച്ച് ചങ്ങലയെ പൊട്ടിച്ച് പോവാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ആന എന്ത് ചെയ്യുന്നു? ആനയ്ക്ക് പേടിയാണ്, അല്ലെങ്കിൽ ആനയെ അങ്ങനെ ശീലിപ്പിച്ചതാണ്, അനങ്ങാൻ പാടില്ലാത്ത രീതിയിൽ ആനയെ മെരുക്കിയതാണ്. അപ്പോൾ ആനയുടെ സ്വന്തം ശക്തി മറന്നുപോയതാണ്. അതുകൊണ്ട് ആന അവിടെ നമ്മളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെയാണ് പല ആളുകളും. അവർക്ക് അവരുടെ ശക്തി തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളുടെ ശക്തികളെ അവഗണിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശക്തികളെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അപായപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെ സംസാരത്തിലൂടെ നമ്മളോട് സ്വയം പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളുടെ ശക്തിയെ ഇല്ലാതെയാക്കി കളഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഈ 5 കാരണങ്ങളും ഇല്ലാതെയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില
നിർദ്ദേശങ്ങളും കൂടെ പറയാണ്. ഇത് ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തുക. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. 2, നെഗറ്റീവ് അഭിപ്രായങ്ങളോട് നിങ്ങളുടെ ഭാവിയെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നമ്മൾ അതിൻ്റെ വഴിക്ക്, അതായത് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള സംസാരമാണെങ്കിൽ അത് കേൾക്കുക, പാഠം ഉൾക്കൊള്ളുക, വിട്ടുകളയുക. അല്ലാത്ത രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണ് അവരുടെ സംസാരമെങ്കിൽ കേൾക്കുക, അപ്പം തന്നെ അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. 3, പരാജയത്തെ പാഠമായി കാണുക. പരാജയം ഒരിക്കലും അവസാനമല്ല, അത് തുടർച്ചയാണ്, അല്ലെങ്കിൽ അടുത്തത് തുടങ്ങാനുള്ള ചില പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. 4 ആയിട്ട് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ചില സമയം കണ്ടെത്തുക. സമയം നമുക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ സമയവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കുക. 5 പറയാനുള്ളത് നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. എപ്പോഴും മറ്റുള്ളവരല്ല നമ്മളെ വളർത്തുന്നത്, നമ്മൾ തന്നെയാണ്. ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നമ്മളോട് പോസിറ്റീവായി സംസാരിക്കുക. അതുവഴി നമുക്ക് മാറ്റം വരും. നിങ്ങളുടെ ജീവിതം മാറ്റാൻ വലിയൊരു അത്ഭുതത്തിന്റെ ആവശ്യമില്ല. ചെറിയൊരു തീരുമാനം, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തയുടെ ചെറിയൊരു മാറ്റം, അതുവഴി നമ്മൾ വളർച്ചയിലേക്ക് എത്തും, നമ്മുടെ കുടുംബം വളർച്ചയിലേക്കും എത്തും, അടുത്ത തലമുറയ്ക്കും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാരണങ്ങളിൽ നിങ്ങൾക്ക് ഏത് കാരണമാണ് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് എന്ന് കണ്ടെത്തി അത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതിനെ മറ്റു സ്ത്രീകളിലേക്ക്, മറ്റു ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അവർക്കും അറിയട്ടെ ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ നമ്മളുടെ ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം പ്രാപ്തരാവുക, സ്വയം മോട്ടിവേറ്റ് ആവുക, സ്വയം പോസിറ്റീവ് ടോക്കിംഗ് ആവുക. ഓക്കെ, താങ്ക് യു.